ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ട് എണീക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായയും കടി ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് നിർത്തി വെച്ച് ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാവുമ്പോൾ രാവിലത്തെ കാര്യവും നടക്കും, ഉച്ചക്കേക്ക് കൊണ്ടുപോകാനുള്ളതും ഉണ്ടാവും. അങ്ങനെ അരിയൊക്കെ കഴുകി ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം. കറി ആയിട്ടാണെങ്കിൽ തലേന്ന് മീൻ കറി വെച്ചതുണ്ട്. ഇവിടെ ചായയും കടിയും നിർബന്ധമുള്ളത് രണ്ടാമത്തെ മോക്കാണ് കേട്ടോ. ഒരു വിധാണെന്നുണ്ടെങ്കിൽ രാവിലെ അവൾ ചോറ് കഴിക്കൂല. അപ്പോൾ ഓളെ വിചാരിച്ചിട്ട് ഞാൻ എന്നും കടി ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചോറുമ്മൽ ഒതുക്കിയത്. ചില ദിവസങ്ങളിൽ അലാറം അടിച്ചാൽ പോലും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവും കേട്ടോ. എന്തോ ഒരു മയക്കം പോലെ, അറിയലേ ഇല്ല, അങ്ങനെ ഉറങ്ങിപ്പോവും. പിന്നെ എണീക്കുമ്പോൾ ഒരു വെത്തപ്പാടാണ് പെട്ടെന്ന് എണീക്കുമ്പോൾ. അങ്ങനെ എണീക്കുന്ന ദിവസങ്ങളിലൊന്നും എൻ്റെ കാര്യങ്ങൾ ഓർഡറായിട്ടൊന്നും നടക്കലില്ല. രാവിലെ ഞാൻ എങ്ങനെയാണോ എണീക്കുന്നത് അതുപോലെ ഇരിക്കും കേട്ടോ ആ ഒരു ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും ഉപ്പേരിയും മീൻ പൊരിച്ചതൊക്കെ ആക്കി കൊടുത്ത് കുപ്പിയിൽ വെള്ളം നിറച്ച് അവിടെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ പാത്രം കഴുകാനുണ്ട്, കുറേ കഴുകാനുണ്ടാവും. ഈ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയാണ് പാത്രങ്ങൾ ഉണ്ടാവുക. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ചെറിയ മോളും കെട്ടിയവനും രാവിലെ 7 മണിയാകുമ്പോഴത്തേനും പോകും കേട്ടോ. അപ്പോൾ ഓള് രാവിലെ ചോറ് തിന്നാത്തതുകൊണ്ട് തന്നെ അവൾക്കുള്ള ചായയും കടിയും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുപോയത്. വൈകുന്നേരം ആയാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ വീട്ടിലെത്തുക. അപ്പോഴാണെങ്കിലും ഇതുപോലെ തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ രാത്രിയിൽ അലക്കിയിട്ടിട്ടുള്ള തുണി ഉണ്ടാക്കിയിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അതൊക്കെ വിരിച്ചിട്ട് ഇന്നിപ്പോൾ അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് അതൊക്കെ ഒന്ന് ഓണാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മോനെ അംഗനവാടിയിലും വിട്ടിട്ട് ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കോഴിക്കോട് വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടൊക്കെ പോയി വന്ന് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ കസ്റ്റമർ കൊണ്ടുവന്നതാണ് കേട്ടോ തയ്ക്കാനുള്ളത്. കുറച്ച് ചുരിദാർ മെറ്റീരിയലും നൈറ്റി മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റെഡിമെയ്ഡ് ഉള്ളതുണ്ട്, അത് റീസ്റ്റിച്ച് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് ഞാൻ കടയ്ക്ക് ആവശ്യമുള്ള നൂലും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ക്, നൂല്, ടേപ്പ്, അങ്ങനത്തെ ക്യാൻവാസ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. ലൈനിങ് അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഉച്ചയായിരുന്നു കേട്ടോ ഞാൻ കടയിലെത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തയ്ച്ച് കൊടുക്കാനുള്ളതൊക്കെ നോക്കി ഒന്ന് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.